അപ്പം നമുക്ക് സംസാരിച്ച് തുടങ്ങാലോ. ഓക്കെ, തീർച്ചയായിട്ടും. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അങ്ങയോട് സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ. അതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉം. അപ്പോൾ ഇനി അങ്ങയുടെ തുടർന്നുള്ള ഒരു ആത്മീയ മാർഗം, ആ അതിനെക്കുറിച്ച് അങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയണം നമ്മുടെ പ്രേക്ഷകർക്കും കൂടി. ഓക്കെ. അപ്പം തുടർന്നുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് തുടർന്നുള്ളത് പറയാം. അതെ അതെ അപ്പോൾ ഞാനൊരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അപ്പനും അമ്മയും മതത്തിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു തന്ന ക്രിസ്തീയ മതത്തിനകത്തുള്ള ദൈവീകതയിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. അതെ. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്കാലത്ത് യേശുവാണ് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മതം എൻ്റെ മനസ്സിനകത്തേക്ക് നിറച്ചത്. അപ്പൊ എൻ്റെ ആദ്യകാലത്തെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനോടുള്ള ആരാധനയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ വളർന്നു വരും തോറും എൻ്റെ സംശയങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും അച്ഛന്മാരോടും പ്രാസംഗികന്മാരോടും അതുപോലെ ചർച്ചിനകത്തുള്ള മറ്റുള്ള ടീച്ചേഴ്സിനോടും ഒക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊന്നും എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനായിട്ട് പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഒരു സത്യാന്വേഷണത്തിന്റെ ഒരു പാത എൻ്റെ മുമ്പിൽ തുറന്നത്. എൻ്റെ സംശയങ്ങളും എൻ്റെ ചോദ്യങ്ങളുമായിരുന്നു. ഒരു 35 വയസ്സ് വരെ അതുമായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ഈ 35 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി പെയിനൊന്നും എടുത്തില്ല. പറ്റുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അന്വേഷിച്ച ഒരു കാര്യത്തെ എനിക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. ഒരു 35 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കുമുള്ളൊരു സത്യം എന്താണെന്നുള്ളതിനെ ചെറുതായിട്ടെങ്കിലും അറിയാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ മെഡിറ്റേഷനകത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്കാണ് എനിക്കത് ആസ്വദിക്കാൻ പറ്റിയത്. ദൈവികത എന്താണെന്ന് എനിക്ക് ആസ്വാദനത്തിലൂടെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസിനകത്തേക്ക് വരുന്നത് ആ മെഡിറ്റേഷനകത്തൂടെയാണ്. അപ്പൊ അതുവരെയും മറ്റാരൊക്കെയോ പറഞ്ഞു തന്ന ആ അറിവിൽ നിന്നുള്ള ആത്മീയത എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം പറഞ്ഞത്, അമ്മ പറഞ്ഞത്, മതം പറഞ്ഞത്, സൊസൈറ്റി പറഞ്ഞത്, വായിച്ചത്, കേട്ടത്, ഇങ്ങനെയൊക്കെയുള്ള അറിവിൽ നിന്നുള്ള ആത്മീയത തലയ്ക്കകത്തിരിക്കുന്നതായിരുന്നു. പക്ഷെ ആ ഒരു മെഡിറ്റേഷൻ വന്നപ്പോഴത്തേക്ക് അതെന്റെ ജീവിതത്തിന്റെ ആസ്വാദനമായി, അനുഭവമായിട്ട് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മതങ്ങൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും പുറമേയുള്ള കാര്യങ്ങളെല്ലാം മിഥ്യയാണ്, അതല്ല ശരിക്കുമുള്ള സ്പിരിച്വാലിറ്റിയുടെ മാർഗമെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ തുടർന്ന് എൻ്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഭാരതത്തിന്റെ ഒരു ശരിക്കുള്ള ഒരു സംസ്കാരത്തെ കുറച്ചെങ്കിലും അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ സനാതന ധർമ്മം എന്താണ്, തത്വമസി എന്താണ്, അഹം ബ്രഹ്മാസ്മി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ആത്മീയ മർമ്മങ്ങളെ, സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷമാണ്. അതിനു മുമ്പ് എനിക്കിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് എന്റെ ലക്ഷ്യം, ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ഇനി എന്റെ മുൻപോട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മതത്തിനതീതമായി, അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏത് മതത്തിനും നിലനിൽക്കാം, അത് പ്രചരിപ്പിക്കാം എന്നുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ത്യക്കകത്തുള്ളത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ മതത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാനോ ആത്മീയ സത്യങ്ങൾ അനുഭവിക്കുവാനോ മനസ്സിലാക്കുവാനോ ആസ്വദിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല എന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായത് കൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ശരിയായിട്ടുള്ള ആത്മീയ അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാർഗനിർദ്ദേശം ആകുക, അവരൊന്ന് സഹായിക്കുക, അവരൊന്ന് ഗൈഡ് ചെയ്യുക, അവരെ ഒന്ന് ശരിയായ രീതിയിൽ നർച്ചർ ചെയ്തെടുക്കുക, അതൊക്കെയാണ് എൻ്റെ ശരിക്കുമുള്ള ഇനി അങ്ങോട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ഗവേഷണം നടത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ മെഡിറ്റേഷനകത്തിരുന്ന് കൂടുതൽ ഞാൻ അപ്ഡേറ്റ് ആകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, പറയൂ സാർ, ഇനി എന്താ അറിയേണ്ടത്? മതം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായം എന്നാണ് അർത്ഥം. അതെ, അഭിപ്രായമല്ലല്ലോ നമ്മൾ അറിയേണ്ടത്, അറിവല്ലേ? അതെ. അപ്പൊ അഭിപ്രായത്തിൽ നിന്നും അപ്പുറത്തേക്ക് അറിവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ മാർഗം തന്നെയാണ് ഏറ്റവും നല്ലത്. ഒന്നിനെയും തള്ളിപ്പറയാതെ യഥാർത്ഥമായിരിക്കുന്ന, പരമമായിരിക്കുന്ന ആ സത്യത്തിലേക്ക് സത്യാന്വേഷകനായിട്ട് തന്നെ അങ്ങക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മതങ്ങൾക്കും അതീതമാണ് വേദം, ഒന്നിന്റെയും പരിധിയിൽ വരില്ല. അത് ശരിക്കും പറഞ്ഞാൽ തിയോളജി എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രം അന്വേഷകൻ എന്ന് പറഞ്ഞാൽ വേദാന്തിയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കില്ല. നമ്മൾ ശരിക്കും അറിയാൻ തുടങ്ങി കഴിയുമ്പോൾ
അങ്ങ് ശബരിമലയിലേക്ക് പോന്നപ്പോ എനിക്ക് വളരെ വിളിക്കണം കാണണം എന്നൊക്കെ തോന്നിയത് ആ ഒരു വേദാന്തിക്ക് മാത്രമേ അങ്ങനെ ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ജീവനെ പോലും സുരക്ഷിതമല്ലാത്തൊരു കാലത്ത് അങ്ങനെ ഇറങ്ങി പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്പാർക്ക് എവിടെയോ സ്ട്രോങ് ആയിട്ട് ജ്വലിച്ചു ആ പൊരുള് തേടിയുള്ള ആ യാത്ര. അതാണ് ശരിക്കും എനിക്ക് സംസാരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ നമ്പർ. അതിനെ കുറിച്ചും ഞാൻ വേണമെങ്കിൽ ഒരു 2 വാക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും പറയണം. കാരണം അതിനകത്ത് ഞാൻ അനുഭവിച്ച നല്ല വശങ്ങളുമുണ്ട് ആ ഒരു ശബരിമല യാത്രയ്ക്കകത്ത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ശബരിമല പോലെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളിൽ, എക്സ്പെഷ്യലി അതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം പോലെയാണല്ലോ. ഞാനതൊരു ക്ഷേത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് വിഗ്രഹത്തെ ആരാധിക്കാൻ പോകുന്നു, ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിനകത്താണ് ക്രിസ്തീയ മതം നിലനിൽക്കുന്നത്. അപ്പോ ക്രിസ്ത്യാനികളുടെ 1-ാം പ്രമാണം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, അതായത് സത്യദൈവത്തെ വിട്ട് മറ്റൊരു ദൈവനെ അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ അന്വേഷിച്ച് പോകാൻ പാടില്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയുള്ള 1-ാം പ്രമാണം 2-ാം പ്രമാണം ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണം നിലനിൽക്കുന്നത്. അത് കേവലം വിശ്വാസ പ്രമാണം മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസ പ്രമാണത്തെ, 1-ാം പ്രമാണത്തെയും 2-ാം പ്രമാണത്തെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ അവിടെ പോയത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനമായിരുന്നു. അത് കേവലം വിമർശനമല്ല, എന്നെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ ആരൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും ഒരു പരിധിവരെ ശാരീരികമായിട്ടും ഒക്കെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിൽ അതങ്ങ് മാറി. അപ്പോ കാരണം അത്രയും ഒരു മതവികാരത്തെ ഞാൻ തൊട്ടു എന്നുള്ളതാണ് അവരുടെ പ്രശ്നമായിരുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ശബരിമല പോകുന്നത്. ശബരിമല പോകാനുള്ള ഉദ്ദേശം ഞാൻ അറിഞ്ഞൊരു സത്യം, തത്വമസി. ആരെയാണോ നീ അന്വേഷിച്ച് നടക്കുന്നത് അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, നീ തന്നെയാണ് അതെന്നുള്ള ആ വലിയൊരു തത്വം, ഒരു ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും പ്രബലമായ ഒരു സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അതിനെ പ്രദർശിപ്പിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ, വിളിച്ചു പറയാനായിട്ട് ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് ശബരിമല പോലെ വേറൊരു സ്ഥലമില്ല. ഞാൻ ശരിക്കും അങ്ങയെ ബഹുമാനിക്കുന്നു. കാരണം എന്താന്ന് വെച്ചെന്നാൽ അങ്ങിപ്പൊ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതാണ് പരമസത്യം എന്ന് പറയുന്നത്. കാരണം ശബരിമലയിലെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് അറിവാണ്, വേദമാണ്. ആ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. ശാസ്ത്രത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുമെന്നാണ് ശബരിമലയിൽ പറയുന്നത്. അതായത് ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാജിയുടെ ചിറകുകളുള്ള കുതിരയുടെ മുകളിൽ ഇരുന്ന് സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രം. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാല് രോഗത്തെ, യുദ്ധത്തെ, അനാരോഗ്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് മരണകാരണമായിരിക്കുന്ന ആയുധമാണ്. ആ ആയുധത്തെക്കാൾ മുന്നേ ചെന്ന് ശാസ്ത്രത്തിന് അവിടെ രക്ഷ ചെയ്യാൻ പറ്റും. അത്രയും വലിയ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെ കയ്യിൽ ഉണ്ടാവേണ്ട ദൈവം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്, അറിവാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതാണ് ചാത്തൻ കൂടെ പോരും എന്ന് പറയുന്നത്. ശാസ്ത്രം കൂടെയാണുള്ളത്, അങ്ങയുടെ കൂടെയാണ് അങ്ങയുടെ അറിവുള്ളത്. ആ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. അപ്പൊ പരമസത്യത്തിന്റെ പീഠമാണ് ഈ ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറം. ശബരം എന്നാണ് അത് പറയുക. ശബരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ ജനിപ്പിക്കുന്നത്. ആ ശബരിപീഠം എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ പീഠമാണ്, ജീവകുംഭ സംഭവസ്ഥാനാണ്. അപ്പൊ ആ ശബരിപീഠത്തിലേക്കാണ് അങ്ങറിയാതെ ഒരു ഉൾവിളിയിൽ അങ്ങ് വന്നത്. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്ന ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ശരിക്കും ശാസ്ത്രമാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ 18 വർഷം പോയി കഴിഞ്ഞാൽ ഗുരു പട്ടാണ് കിട്ടുന്നത്. എന്നാൽ അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്, ശാസ്ത്രത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പൊ അങ്ങ് ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന, ഇത് അന്വേഷിച്ച് ആദ്യം എത്താൻ പറ്റുന്ന ഒരിടം, എവിടെ നിന്ന് ഇത് പറയണം എന്ന് വിചാരിച്ച ഒരിടം, അത് സെലക്ട് ചെയ്തത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. അതാണ് എനിക്ക് അന്നേ വിളിക്കാൻ തോന്നിയത്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ശബരിമലയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ഇരിക്കുന്നത് ശാസ്താവാണ്, അവിടെ ഇരിക്കുന്നത് പരമസത്യത്തിന്റെ പീഠമാണ്, ശബരി പീഠം. ആ ശബരി പീഠത്തിലാണ് ശരണം വിളിച്ചുകൊണ്ട് ശരണാർത്ഥിയായിട്ട് ശരത്തെ
തോൽപ്പിക്കുന്ന ആ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കാനായിട്ട് അങ്ങ് വന്നത്. അത് മതങ്ങളുടെ മതിൽക്കെട്ടിലല്ല ക്ഷേത്രങ്ങൾ ഇരിക്കുന്നത്. അതെ അതാണ് അങ്ങ് അവിടെ എത്തിയപ്പോ ശരിക്കും ഉള്ളിൽ തട്ടിയത് അതാണ്. തീർച്ചയായിട്ടും. അപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ ഇനി അതിൻ്റെ അകത്തുള്ള നല്ല വശം എന്ന് പറയുന്നത് എനിക്ക് അവിടെ വന്നു ചേർന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളും അവിടുത്തെ സൽക്കാരങ്ങളും അവിടുത്തെ ആതിഥ്യ മര്യാദയും അവിടെയുള്ള ജനങ്ങൾ എന്നെ സ്വീകരിച്ച രീതിയും ഒക്കെ ഇപ്പുറത്തുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലായിരുന്നു അപ്പുറത്ത് എനിക്ക് കിട്ടിയ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു യാത്രയുടെ പ്രചോദനമെന്നോ അതിനു വേണ്ടുന്ന ശരിക്കുമുള്ള ഒരു ഉത്തേജകമെന്നോ ഒക്കെ പറയാൻ പറ്റും എൻ്റെ അവിടെ എത്തിയപ്പോൾ ഉള്ള എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി കടപ്പാടുണ്ട്. അതിന്റെ കൂടെ എൻ്റെ കൂടെ നിന്ന വ്യക്തികളും ഒക്കെ അവരോട് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാന് ഇങ്ങനെയുള്ള സത്യങ്ങളെ അറിയാനായിട്ട് ഇപ്പോൾ ഒരു യാത്രയിലാണ്. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി അറിയാനായിട്ടാണുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും താങ്കളോട് സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അറിവ് എത്ര ബാലിശമാണ്, കേവലമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം അപ്പുറത്തിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അറിവുകൾ, കൂടുതൽ ആഴങ്ങളിലേക്കുള്ള നിധികളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ പോലെയുള്ള വ്യക്തികളുടെ അഭയം ചൊല്ലുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങയുടെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങയെ പോലുള്ള ധീരരായിട്ടുള്ള, അതിനപ്പുറത്ത് ജീവസ്നേഹിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇതൊരു നിയോഗമായിരിക്കും. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതെ അതെ അതെ, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്, അതെ, ദൈവം ഒന്നാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട്. അതെ, ഇപ്പോഴും വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം ഏകമാണെന്ന് അല്ലേ? എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് കേവലം വിശ്വാസത്തിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഭൂരിഭാഗം പേരും അജ്ഞതയിൽ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, നമ്മുടെ വിശ്വാസം ഒരു അഭിപ്രായമായിട്ട് നിൽക്കുകയാണ്. അഭിപ്രായമല്ല വേണ്ടത്, അറിവാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ അങ്ങ് അറിവിന്റെ പാതയിലാകുമ്പോഴാണ് ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ആ പരമസത്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. ആദ്യത്തെ ലക്ഷ്യം, അന്തിമമായ ലക്ഷ്യമല്ല, ആദ്യത്തെ ഒരു ചെറിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്, പണ്ട് നമുക്ക് ഭാരതത്തിനകത്ത് ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. നമുക്ക് വീണ്ടും അതുപോലെ ശരിയായ രീതിയിൽ ആത്മീയത അന്വേഷിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മീയ ഗുരുകുലം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് യൂട്യൂബ് വഴിയോ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടു. ആ ഫോട്ടോയിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: ലോകത്തിലെയോ ഇന്ത്യയിലെയോ ഏറ്റവും പ്രായം കുറഞ്ഞ യോഗി, ഒരു 3 വയസ്സുള്ള ഒരു കൊച്ച് ഒരു ആത്മീയ ഗുരുവിനെ ഈ കുഞ്ഞിനെ കൊണ്ട് അപ്പനും അമ്മയും ഏൽപ്പിക്കുവാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ 3 വയസ്സുള്ള ഒരു യോഗി ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആചാര്യന്റെ അടുത്ത്, ഒരു ഗുരു തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അപ്പനും അമ്മയും കൊണ്ട് വിട്ടിട്ട് പോയിരിക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒത്തിരി സന്തോഷം തോന്നി. കാരണം ആ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അപ്പനും അമ്മയ്ക്കും കൊണ്ട് ആ ഒരു ആധ്യാത്മിക മാർഗത്തിനകത്ത് എന്റെ കുഞ്ഞ് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ആധ്യാത്മിക ഗുരുവിനെ മുഴുവനായിട്ട് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പനും അമ്മയും കാണിച്ച ആ ഒരു ഹൃദയം എന്ന് പറയുന്നത് അത് ശരിക്കും വളരെ വലുതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും മതത്തിന്റെ വിശ്വാസങ്ങളെയും പഠിപ്പിക്കുന്നതിന് പകരം ശരിയായുള്ള സത്യത്തെ കുഞ്ഞു പ്രായത്തിലെ തന്നെ അവരുടെ ഹൃദയത്തിൽ പാകിക്കൊടുക്കാനും അതിലവരെ വളർത്തുവാനും അവർക്ക് അനുഭവവേദ്യമാകാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഗുരുകുലം ഇന്ത്യക്കകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില ചുവടുകൾ വെക്കാനായിട്ട് ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. അങ്ങക്ക് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും എല്ലായിടത്തും അങ്ങക്ക് അത് ചെയ്യുവാൻ സാധിക്കട്ടെ. ഇത് വലിയ ഒരു നിയോഗമായിട്ട് തന്നെ അങ്ങയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത് ലോകത്തിന് വെളിച്ചം പകരട്ടെ. നല്ല വിശ്വാസങ്ങൾ, സത്യമായിരിക്കുന്ന പരമസത്യമായിരിക്കുന്ന വിശ്വാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് വേദ്യമാക്കുവാനായിട്ട് അങ്ങയുടെ വേദാന്വേഷണങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അങ്ങക്ക് നമ്മളുടെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട്, എൻ്റെ കൂടെ ഈ അറിവിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്നോടൊപ്പം. അവരുടെ എല്ലാവരുടെയും ക്ഷേമ അന്വേഷണങ്ങളും ഞാൻ നേരുകയാണ്.
ഒരുപാട് നന്ദി. പേര് അങ്ങയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങ് ഒരു മാർഗദർശിയായിട്ട് എല്ലാവർക്കും വെറുപ്പിന്റെ ലോകത്തല്ല, സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് അങ്ങയ്ക്കും അതെ. അങ്ങയുടെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇന്ന് ഈ കോള് വന്നപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ. ഇന്ന് തന്നെ ഈ കോള് വന്നതിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം വരാൻ കാരണം അതാണ്. ആ. ഇന്നലെ പിറന്നാളാണ്. എന്റെ 52 വയസ്സ് പൂർത്തിയായ പിറന്നാൾ ദിവസമാണ് നിങ്ങളുടെ കോള് വന്നതും ഇങ്ങനെ ഒരു പുതിയൊരു കാര്യത്തിന് ഒരു തിരുനാളം കൊളുത്താനായിട്ട് ഒരു ഈശ്വര നിയോഗം ഉണ്ടായതും അത് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി ശരിക്കും ഇപ്പൊ ഇത്. കാരണം ഇത്രയും ദിവസം ഞാൻ പല പ്രാവശ്യം അങ്ങയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇന്ന് മാത്രമാണ് എനിക്കതിന് സാധിച്ചത്. ഒരുപാട് 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 സന്തോഷം. ഒപ്പം ഒത്തിരി ആരോഗ്യത്തോടു കൂടിയിട്ട് ഈ ഭൂമിയിൽ യേശുവിനെ പോലെ, അല്ലെങ്കിൽ ബുദ്ധനെ പോലെ, അല്ലെങ്കിൽ നബിയെ പോലെ, അല്ലെങ്കിൽ ശ്രീരാമനെ പോലെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പോലെ, APJ അബ്ദുൽ കലാമിനെ പോലെ ഉയർന്ന് പറക്കുവാൻ, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുവാൻ അങ്ങേക്ക് കഴിയട്ടെ. അതിന് എല്ലാവിധ ഭാവങ്ങളും പിറന്നാൾ ആശംസകളും നേരുകയാണ്. നമസ്തേ. താങ്ക് യു വെരി മച്ച്. നമസ്തേ.